75,000 കോടി രൂപയുടെ ദേശീയപാത വികസനം പുരോഗമിക്കുന്നു കേരളത്തിൽ. ഒരക്ഷരം വി.ഡി. സതീശനോ സുധാകരനോ പറയുന്നില്ല. പണം കിട്ടിയിട്ടും വികസന പ്രതിസന്ധി ഉണ്ടാവുന്നു കേരളത്തിൽ. അത് ചൂണ്ടിക്കാണിക്കല്ലേ പ്രതിപക്ഷം ചെയ്യേണ്ടത്. നിയമസഭാ തെരഞ്ഞെടുപ്പ് പറയുമ്പോൾ നിങ്ങൾ എന്ത് തേങ്ങയാണ് ഇവിടെ പ്രചരിപ്പിക്കാൻ പോകുന്നത്? നിങ്ങൾ എന്താണ് പ്രചരിപ്പിക്കാൻ പോകുന്നത്? വി.ഡി. സതീശനും സുധാകരനും ഈ ആന മണ്ടത്തരം ചെയ്യുന്നത് ആർക്കാണ് പ്രയോജനം കിട്ടുന്നത്? നിങ്ങൾ എന്ത് പ്രചാരണമാണ് നിയമസഭാ തെരഞ്ഞെടുപ്പ് കാലത്ത് പിണറായി വിജയനെതിരെ നടത്താൻ പോകുന്നത്? കഴിഞ്ഞ 10 വർഷത്തെ ഭരണ തകർച്ചയെക്കുറിച്ച് നിങ്ങൾക്ക് എങ്ങനെ ഒരു നറേറ്റീവ് ഉണ്ടാക്കാൻ സാധിക്കും? നിങ്ങൾക്ക് എങ്ങനെ ഒരു പ്രചരണം ഫലപ്രദമായി നടത്താൻ കഴിയും? പിണറായി വിജയൻ പറയുന്ന കള്ളപ്രചരണത്തിന് നിങ്ങൾ കൂട്ടുനിൽക്കുകയല്ലേ? സുധാകരൻ പറയാ ഞങ്ങൾ യോജിച്ച സമരത്തിന് തയ്യാർ. എന്തിന്? കേന്ദ്രവിരുദ്ധ സമരത്തിനാണ്. എന്താ ഇവിടെ അരി കിട്ടാത്തതുണ്ടോ? ഇവിടെ സാമ്പത്തിക സഹായം കിട്ടാത്തതുണ്ടോ? ഇവിടെ അവഗണനയുണ്ടോ? കേന്ദ്രം നൽകുന്ന വികസന പദ്ധതികളല്ലാതെ കേരള ബജറ്റിൽ ഏതെങ്കിലും ഒരു വികസന കാര്യം സംസ്ഥാന ഗവൺമെന്റ് അവതരിപ്പിച്ചിട്ടുണ്ടോ? നിങ്ങൾ പ്രതിപക്ഷമാണോ അല്ല ഭരണകക്ഷിയുടെ പിന്തുണയ്ക്കുന്ന ആൾക്കാരാണോ? നിങ്ങൾ പറയേണ്ടത് എന്താണ്? കഴിഞ്ഞ 10 വർഷത്തിനിടെ ഉണ്ടായിട്ടുള്ള സാമ്പത്തിക തകർച്ച, തൊഴിലില്ലായ്മ വിസ്ഫോടനം, വ്യാവസായിക പ്രതിസന്ധി, നിങ്ങളിത് പറയണ്ടേ? ഇത് പറയാതെ പിണറായി വിജയൻ ഇട്ടുകൊടുക്കുന്ന വാദമുഖങ്ങൾ അതേപടി ജനങ്ങൾക്കിടയിൽ പ്രചരിപ്പിക്കുന്നത് പ്രതിപക്ഷ ധർമ്മമല്ല മിസ്റ്റർ വി.ഡി. സതീശൻ. അതുകൊണ്ട് ഇവിടെ IND സഖ്യം, ഇവിടെ ഇന്ത്യ സഖ്യം യാഥാർത്ഥ്യമായി കഴിഞ്ഞിരിക്കുകയാണ്. ഇനി വരാനിരിക്കുന്ന കേരളം ഇന്ത്യ സഖ്യത്തിനെതിരായി NDA നടത്തുന്ന പ്രചാരണത്തിന്റെ പേരിലായിരിക്കും. ഇനി ഉണ്ടാവുന്ന ധ്രുവീകരണം അങ്ങനെയാണ്. ഇപ്പൊ മൂഡ് ഓഫ് ദി നേഷൻ ഒരു ഏജൻസി നടത്തിയ സർവേ നിങ്ങൾ കണ്ടില്ലേ? നിങ്ങൾ ദില്ലിയിലെ പോലെ കോൺഗ്രസ്, ബംഗാളിലെ പോലെ കോൺഗ്രസ് നശിച്ച് നാരായണക്കല്ല് പിടിക്കും, നാമാവശേഷമാവും. കാരണം ഈ മാതിരി മന്ദബുദ്ധികളായിട്ടുള്ള നേതാക്കന്മാരാണ് UDF നയിക്കുന്നത്. പിണറായി വിജയന്റെ പ്രചാരണം ഏറ്റുപിടിച്ച് കേരളത്തിന്റെ തകർച്ചയ്ക്ക് കാരണം മോദി സർക്കാരാണ് എന്ന് നിങ്ങൾ നടത്തുന്ന വ്യാജ പ്രചരണം നിങ്ങൾക്ക് തന്നെ തിരിഞ്ഞുകൊടുത്തുള്ള കാര്യത്തിൽ സംശയമില്ല. യാഥാർത്ഥ്യബോധത്തോടു കൂടിയാണ് പ്രതിപക്ഷം പ്രശ്നങ്ങളെ സമീപിക്കേണ്ടത്. ഇപ്പൊ വഖഫിന്റെ വിഷയം വന്നു. എന്താണ് ഇതിൽ? ആരാണ് കുറ്റക്കാര്? വഖഫ് ബോർഡിന്റെ പ്രശ്നം, മുൻപത്തെ പ്രശ്നം വന്നു. ആരാ കുറ്റക്കാര്? LDF സർക്കാരാണ് കുറ്റക്കാര്. നിങ്ങൾ എന്താ ചെയ്തത്? LDF സർക്കാരിന്റെ ആ തെറ്റിനെ തിരുത്തുന്നതിന് പകരം നിങ്ങളെ MP-മാരും എല്ലാവരും ഞങ്ങളും വഖഫിന്റെ കൂടെ. പിന്നെ എന്തിനാണ് ഇവിടെ രണ്ട് മുന്നണി? ഏത് വിഷയം വന്നാലും ജനപക്ഷത്ത് നിങ്ങൾ നിൽക്കുന്നില്ല. നിങ്ങൾ സർക്കാരിന് പരോക്ഷമായും പ്രത്യക്ഷമായും സഹായകരമായ നിലപാടാണ് സ്വീകരിക്കുന്നത്. ഇത് UDFന്റെ സർവനാശത്തിന്. നിങ്ങൾ ലോക്സഭയിൽ 19 സീറ്റ് ജയിച്ചു. അതുകൊണ്ട് ഇപ്പോ മുഖ്യമന്ത്രിയാവാൻ നിങ്ങൾക്ക് 6 പേര് ഇറങ്ങിയിരിക്കുകയാണ്. ഈ പ്രചാരണ നിലയുമായിട്ട് പോയാൽ നിങ്ങളെ ജനം വിശ്വസിക്കുമോ? കേരളത്തിന്റെ തകർച്ചയെക്കുറിച്ച് നിങ്ങൾ ശരിയായിട്ട് ജനങ്ങളോട് പറയണ്ടേ? LDF സർക്കാരിന്റെ പോരായ്മകൾ നിങ്ങൾ ചൂണ്ടിക്കാണിക്കട്ടെ. അവിടെ എല്ലാം നിങ്ങൾ മോദികാരനാണ്. ഇത് പറഞ്ഞിട്ടാണോ നിങ്ങൾ നിയമസഭാ തെരഞ്ഞെടുപ്പിനെ നേരിടാൻ പോകുന്നത്? നിങ്ങൾ 6 മുഖ്യമന്ത്രിമാര് സ്ഥാനാർത്ഥി വന്നാലും നിങ്ങൾ നിലം തൊടാൻ പോകുന്നില്ല. കാരണം നിങ്ങൾ സ്വയം ചെയ്ത അനർത്ഥമാണ് ഉണ്ടാക്കുന്നത്. പ്രതിപക്ഷ ധർമ്മം നിങ്ങൾ മറന്നു. നിങ്ങൾ വോട്ട് ബാങ്ക് രാഷ്ട്രീയം വെച്ച് എല്ലാ കാര്യത്തിലും BJP, ഒരു സീറ്റ് പോലും ഇല്ലാത്ത BJP പ്രതികൂട്ടി നിർത്തുകയാണ്. ഇതാണ് പ്രതിപക്ഷത്തിന്റെ ധർമ്മം. പ്രതിപക്ഷം ആരുടെ പ്രതിപക്ഷമാണ്? ഈ സർക്കാരിനെതിരെയുള്ള പ്രതിപക്ഷമാണ് നിങ്ങൾ. ആ സർക്കാരിനെതിരെയുള്ള പ്രതിപക്ഷത്തിന് അതിന്റെ റോളാണ് നിർവഹിക്കേണ്ടത്. ആ ധർമ്മമാണ് നിങ്ങൾ നിർവഹിക്കുന്നത്. അത് മറന്നുകൊണ്ട് നിങ്ങൾ ഇന്ത്യ സഖ്യമായിട്ട് മാറിയിരിക്കുകയാണ്. അതുകൊണ്ട് കേരളത്തിലെ ജനങ്ങൾക്ക് ഒരു തരത്തിലുള്ള പ്രതീക്ഷയും നിങ്ങൾ നൽകുന്നില്ല. LDFന്റെ ദുർഭരണം, അക്രമം, അരാജകത്വം, ഇതിനെ യാതൊരു തരത്തിലും പ്രതിരോധിക്കാൻ കഴിയുന്ന ഒരു മുന്നണിയായിട്ട് UDF വരില്ല. ജനങ്ങൾ ഇതെല്ലാം മനസ്സിലാക്കുന്നുണ്ട് എന്നുള്ള കാര്യം വി.ഡി. സതീശനും സുധാകരനും ഓർമ്മിക്കുന്നത് നല്ലതാണ് എന്നാണ് ഞങ്ങൾക്ക് പറയാനുള്ളത്. അതല്ലേ ഞാൻ പറഞ്ഞത്. ഇത്രയും വിവരം കെട്ട ഒരു മുന്നണി UDF ഉണ്ടോ? വയനാട്ടിലെ പ്രതിസന്ധിക്ക് സമ്പൂർണ്ണ ഉത്തരവാദി കേരള ഗവൺമെന്റാണ്. ഭൂമി ഏറ്റെടുക്കൽ നടന്നിട്ടില്ല, എസ്റ്റേറ്റുമായിട്ടുള്ള തർക്കം പരിഹരിച്ചിട്ടില്ല, മാസ്റ്റർ പ്ലാൻ ഇതുവരെ അന്തിമമായിട്ടില്ല, കയ്യിലുള്ള കാശെടുത്ത് എങ്ങനെ ചെലവഴിക്കുന്നതിനെ കുറിച്ച് പദ്ധതിയില്ല.
ഇപ്പൊ കിട്ടിയ ധനസഹായം എങ്ങനെ വിനിയോഗിക്കും ഒന്നുമില്ല. ഒരു തരത്തിലുള്ള പ്ലാനും ഇല്ല. നിങ്ങളിപ്പോ പുത്തുമലയിലും കവളപ്പാറയിലും ഇത് നടത്തിയല്ലോ പുനരധിവാസം. അതിനെക്കുറിച്ച് എന്താണ് UDF-നും നേതാക്കന്മാർക്ക് പറയാനുള്ളത്? എന്താ അവിടെയൊക്കെ നടന്ന പുനരധിവാസം? എന്താ റീബിൽഡ് കേരള? മഹാപ്രളയത്തിന് ശേഷം സഹസ്രകോടിക്കണക്കിന് രൂപ ഖജനാവിൽ വരുത്തിയിട്ട് എവിടെ റീബിൽഡ് കേരള? എന്നിട്ട് പറയാം യോജിച്ച സമരത്തിന് പോവാണ് മോദിക്കെതിരെ. നാണമുണ്ടോ സുധാകര, പിന്നെ സതീശ? നിങ്ങൾ എന്ത് യോജിച്ച സമരത്തിലാണ് പോകുന്നത്? സർക്കാരിനെ രക്ഷപ്പെടുത്തുകയല്ലേ നിങ്ങൾ ചെയ്യുന്നത്? LDF-നെ സഹായിക്കുകയല്ലേ നിങ്ങൾ ചെയ്യുന്നത്? തലയിൽ ആൾ താമസം വേണ്ടേ? സംസ്ഥാനം ആവശ്യപ്പെട്ട 1,200 കോടി വായ്പയാണ്. ഇത്രയും വിഡിത്തം പറയില്ല. അവര് ചോദിച്ചത് ഇത് തന്നെയാണ്. അത് ധനമന്ത്രി തന്നെ അദ്ദേഹം ആദ്യത്തെ പ്രതികരണം പറഞ്ഞു. കാരണം ഇത് ദേശീയ ദുരന്തമായി പ്രഖ്യാപിക്കാൻ സാധിക്കും, അല്ലെങ്കിൽ സിവിയർ നേച്ചർ ഓഫ് ഡിസാസ്റ്റർ ആ ഘടകത്തിൽ പെടാത്ത സാഹചര്യത്തിൽ നമുക്ക് വായ്പയായിട്ടെങ്കിലും തരും എന്ന് പറഞ്ഞു. അതേസമയം നമുക്ക് ഈ ഗ്രാന്റ് കൊണ്ട് തരേണ്ടതല്ലേ? അത് വേറെ വിഷയം. അതിന് അവര് പിന്നെ കേന്ദ്ര സർക്കാർ അതിതീവ്ര ദുരന്തമായിട്ട് തന്നെ പ്രഖ്യാപിച്ചിട്ടുണ്ട്. അതിന് കിട്ടേണ്ട കാര്യങ്ങൾ കിട്ടും. ഈ കിട്ടിയതിന് നിങ്ങൾ എന്ത് വെച്ചിട്ടാണ് വാർത്ത കൊടുത്തത്? നിങ്ങൾ ബ്രേക്കിംഗ് ന്യൂസ് അടിച്ചത്. നിങ്ങൾക്ക് എന്തെങ്കിലും ഒരു നാണം വേണ്ടേ? ഗ്രാന്റ് എന്ന് പറഞ്ഞിട്ട് ഇവർ ചോദിച്ചത് വായ്പയാണ്, പലിശയുടെ വായ്പ. പിന്നെ എന്താ നിങ്ങൾ തിരുത്തി ആരെങ്കിലും? ഇല്ല സാർ, നിങ്ങളുടെയൊക്കെ ബ്രേക്കിംഗ് ന്യൂസ് ഞാൻ കണ്ടു. നിങ്ങൾ ചുമ്മാ പിന്നെ ഒരു കാര്യം അറിയുന്നതിന് മുമ്പ് നിങ്ങൾ ആദ്യം ഒരു ബ്രേക്കിംഗ്, അപ്പോഴേക്ക് സതീശനും കൊടയെടുത്ത് ഇറങ്ങും. ഇതാണോ പ്രതിപക്ഷത്തിന്റെ ജോലി? എന്തിനാ ചോദിച്ചത് അവർ മനസ്സിലാക്കട്ടെ. നടക്കുന്ന കാര്യം അല്ലെങ്കിൽ കത്തയക്കണം സാർ. നിങ്ങളെന്തിനാ വേവലാതിപ്പെടുന്നത്? അതിന് ഗവൺമെന്റ് ഉണ്ടല്ലോ. ഗവൺമെന്റ് അതിനുള്ള എഴുത്തൂട്ടുകൾ നടത്തണം. അതാണ് പ്രശ്നം. അത് പരിഹരിക്കാന്ന് പറയുന്ന വിഷയമല്ല. അത് ഇത്ര വലിയ സംഭവമായിട്ട് എടുക്കുന്നു. ഞാൻ ചോദിക്കുന്ന ചോദ്യം, എന്റെ ചോദ്യം അതല്ല. പ്രതിപക്ഷം എന്തിന്റെ പേരിലാണ് യോജിച്ച സമരത്തിന് പോകുന്നു എന്ന് പറയുന്നത്? ഈ സർക്കാരിനെ രക്ഷപ്പെടുത്തുന്ന രാഷ്ട്രീയം നിങ്ങൾക്ക് മനസ്സിലാവുന്നില്ലേ? VD സതീശനും സുധാകരനും ഇത് മനസ്സിലാവുന്നില്ല. ഇനി ഒന്നേകാൽ കൊല്ലം നിയമസഭാ തെരഞ്ഞെടുപ്പിലുണ്ട്. ഈ തരത്തിലുള്ള ഒരു പ്രചാരണം ആരെയാണ് സഹായിക്കാൻ പോകുന്നത്? എന്താ ഉദ്ദേശം? ഞാനല്ല, ഇവരുടെ വിഡിത്തങ്ങൾ പറയണ്ടേ? ജനങ്ങൾക്ക് ഇത് മനസ്സിലാവണ്ടേ? ഇവര് വലിയ പ്രതിപക്ഷമാണ്. ഞങ്ങളിപ്പോ പിണറായി വിജയൻ താരക്കിട്ട് ഞങ്ങൾ മുഖ്യമന്ത്രി ആവുമെന്ന് പറഞ്ഞിരിക്കും. ഒന്നാമത്തെ കാര്യം 56 സീറ്റിൽ എത്രയായിരുന്നു മിഷൻ? 140 സീറ്റിൽ. സതീശന്റെ മിഷൻ എത്ര? 63 മത്സരമുള്ളൂ. എവിടെ പോയിരിക്കും സാർ? ആ നമ്പറിന് വേണ്ട, ആ തരത്തിലുള്ള വെറൈറ്റി നിങ്ങൾ ഉണ്ടാക്കണ്ട സാർ. ഈ കൊടുത്ത കാശൊക്കെ ആര് കൊടുത്തതാണ്? നിങ്ങൾ ആര് കൊടുത്താണ്? ഇപ്പൊ കയ്യിലുള്ള കാശ് ആര് കൊടുത്താണ്? അത് പറയാം. നിങ്ങൾ എന്റെ ചോദ്യം 2000 കോടി ഒന്നും വേണ്ട സാർ. അവര് പറയുന്നത് ഇപ്പൊ പ്രശ്നം എന്താണ്? യൂട്ടിലിറ്റി സർട്ടിഫിക്കറ്റ് ചോദിച്ചാൽ ഇവർക്ക് അടിച്ചു മാറ്റാൻ പറ്റില്ല. നിങ്ങളെല്ലാം ദ്രോഹം ചെയ്യുകയാണ്. എല്ലാ ഊരാളുകളിലും കൊണ്ട് കൊടുക്കുകയാണ്. കണക്കുവില വരയില്ല. എന്താ ഇതെന്ത് വെള്ളരിക്കപ്പെടണം? ഈ നാട്ടിലുള്ള എല്ലാ ഊരാളുകളിലും ഞങ്ങൾ ഏൽപ്പിക്കുക, എന്നിട്ട് ഇഷ്ടം പോലെ അടിച്ചു മാറ്റാം. അത് സമ്മതിക്കില്ല. അതിന് പകരം യൂട്ടിലിറ്റി സർട്ടിഫിക്കറ്റ് വേണം. അത് ചോദിച്ചു, അതിന് സമയം വേണം, കുറച്ചുകൂടി ചോദിക്കാം. അതിന് ഞാനുണ്ട്. പക്ഷേ ഇപ്പൊ കേരള ഗവൺമെന്റിന്റെ ഇനിഷ്യേറ്റീവിൽ എന്ത് കാര്യം നടന്നോന്നാണ് നിങ്ങൾ പറയുന്നത്? നിങ്ങൾക്ക് രാഷ്ട്രീയം ഉണ്ടാവും, അത് നിങ്ങൾ ഉപയോഗിക്കണം. കാരണം സ്റ്റേറ്റ് ഗവൺമെന്റ് ഇങ്ങനെ ഇതിനു മുമ്പ് ഇവിടെ ദുരന്തങ്ങൾ ഉണ്ടായിട്ടുണ്ടല്ലോ. പുത്തുമലയിൽ ദുരന്തം ഉണ്ടായിട്ടുണ്ട്, കവളപ്പാറയിൽ ദുരന്തം ഉണ്ടായിട്ടുണ്ട്. അവിടെയൊക്കെ എന്ത് നടന്നു? സ്റ്റേറ്റ് ഗവൺമെന്റ് എന്ത് ചെയ്തു എന്നുള്ളത് ഒരു ഓഡിറ്റിംഗിന് വിധേയമാക്കുമോ? ഇല്ല. ഇതാണ് പ്രതിപക്ഷം ചെയ്യേണ്ടത്. അതിന് പകരം പ്രതിപക്ഷം ഞങ്ങൾ യോജിച്ച സമരം നടന്നിട്ട് മോദിയുടെ മൂക്കിൽ ഒഴിക്കാൻ പോകുന്നു. സംസ്ഥാനങ്ങളിൽ ഞാൻ പറഞ്ഞ കാര്യത്തിൽ നിങ്ങൾ ഇപ്പോഴും നിങ്ങൾക്ക് അതിലൊരു തട്ടിക്കൊടുക്കാറുള്ളതാണ്. ഞാൻ ഇന്ന് വാർത്താ സമ്മേളനം നടത്തിയത് ഏത് കാര്യമാണ്? ശശി തരൂരിന്റെ പ്രസ്താവനയും UDF-ന്റെ പ്രതിഷേധവും UDF പ്രതിപക്ഷം എന്നുള്ള നിലയിൽ എടുക്കുന്ന അവിവേകപൂർണമായിട്ട് നിലപാടുകളെ കുറിച്ചാണ് ഇന്ന് നടത്തിയത്. നിങ്ങൾ ഭൂമിയിലുള്ള എല്ലാ കാര്യവും ഇന്ന് ചോദിക്കല്ലോ, നാളെ ചോദിക്കല്ലോ. എവിടെ വകയിരുത്തി സാർ? ബജറ്റിലല്ലേ? ബജറ്റിൽ കഴിഞ്ഞ കൊല്ലം വകയിരുത്തി കിട്ടിയോ? ഉമ്മ വകയിരുത്തല്ലേ? ബാലഭവനിൽ വകയിരുത്തുന്നത് എന്താണ്? കാശ് എവിടെ? മുരളീധരന് കുറച്ചും കൂടി കമ്മ്യൂണിറ്റിയുടെ വോട്ട് മൊത്തവും രാജീവ് ചന്ദ്രശേഖരനാണ് പോയത്. അപ്പോ തൃപ്തിപ്പെടുത്താൻ വേണ്ടിയിട്ട് തിരുവനന്തപുരത്തെ എലൈറ്റ് കമ്മ്യൂണിറ്റിയുടെ വോട്ട് മുഴുവൻ പോയത് രാജീവ് ചന്ദ്രശേഖരനാണ്. അപ്പോ അവരെ തൃപ്തിപ്പെടുത്താൻ വേണ്ടിയിട്ട്
പറഞ്ഞുകൊണ്ടിരിക്കുന്ന ഒരാളാണ്. ഈ രണ്ടെണ്ണത്തിനാണ് തീരെ തീരുവല്ലോ. ഈ രണ്ടെണ്ണത്തിന് എന്താണ് അവരുടെ ഉത്തരവാദിത്തം അറിയില്ല. രാഷ്ട്രീയത്തിൽ അങ്ങനെ പലതും ഇപ്പോഴത്തെ ആർക്കും അങ്ങോട്ടാണോ പോകുന്നത് ഇങ്ങോട്ടാണോ പോകുന്നത് ഇപ്പൊ നമുക്ക് പറയാൻ പറ്റും. നിങ്ങള് ബി.ജെ.പി. ഈ ഊരാളുങ്കലിനെ വിമർശിക്കുമ്പോ നിങ്ങളുടെ തന്നെ കേന്ദ്രമന്ത്രി വന്ന് ഊരാളുങ്കലിനെ പ്രശംസിച്ചിട്ടാണല്ലോ പോയത്. കോപ്പറേറ്റീവ് മേഖലയ്ക്ക് ആകെ മാതൃകയെന്നാണല്ലോ പറയുന്നത്. കാരണം ഇപ്പൊ അവിടെ എവിടെയാണ് കിഴങ്ങിട ടവറിൽ പോയിട്ട് അതല്ലേ പ്രചരണം പറയും. അതൊക്കെ ഇവിടെ നടക്കും. ശശികലയില് സംസ്ഥാനത്തെ മാത്രമല്ല വോട്ട് ചെയ്തത്, നരേന്ദ്രമോദിയെ വോട്ട് ചെയ്തിട്ടുണ്ടോ? നാളെ കണ്ടില്ലെന്ന് കഴിക്കും. ഭരിക്കുന്ന കക്ഷിക്ക് എന്താ ജോലി? അത് ഞാൻ ആദ്യ ദിവസം തന്നെ പറഞ്ഞല്ലോ. നിങ്ങള് ഈ വിഷയം കേരളത്തിന് ഒരു പറയട്ടെ ഈ വിഷയം വന്നപ്പോൾ തന്നെ ഫസ്റ്റ് ഡേ ഞാൻ പറഞ്ഞതാണ്. നിങ്ങളെല്ലാവരും നിങ്ങളെ മാധ്യമങ്ങളെല്ലാം ഉണ്ടായിരുന്നു. ഡേറ്റ് നീട്ടിക്കൊടുക്കുന്നതിനെ കുറിച്ച്, യൂട്ടിലിറ്റി സർട്ടിഫിക്കറ്റ് കൊടുക്കാനുള്ള ഡേറ്റ് നീട്ടിക്കൊടുക്കുന്നതിനെ കുറിച്ച് അതാവാം, ചർച്ച ചെയ്യാം. അത് അതിനുള്ള എത്തുക അത് തന്നെയാണ് ഇപ്പൊ സർക്കാർ ചെയ്തിരിക്കുന്നത്. പിന്നെ നിങ്ങൾ ബുദ്ധിമുട്ടുണ്ടായി ബി.ജെ.പിക്ക് അങ്ങനത്തെ ക്രെഡിറ്റൊന്നും വേണ്ട. മറ്റൊരു കാര്യം ചോദിച്ചോട്ടെ, അതെ ഗുരുതരമായിട്ടുള്ള തെറ്റാണ് ചെയ്തിരിക്കുന്നത്. വലിയ പ്രതിഷേധം നെടുമങ്ങാട്ടുകാർക്ക് വിശ്വാസികൾക്കുണ്ട്. ഇന്ന് കോർപ്പറേഷൻ അതിന്റെ പേരിൽ സമരം നടത്തുകയാണ്. വരും ദിവസങ്ങളിൽ ഈ വിഷയത്തിൽ ശക്തമായിട്ടുള്ള പ്രതിഷേധങ്ങൾ ഉണ്ടാവും. സർക്കാർ അങ്ങേയറ്റം ധിക്കാരപരമായിട്ടുള്ള ഒരു നടപടിയാണ് കോർപ്പറേഷൻ എടുത്തിരിക്കുന്നത്. അവിടെ ഇനി ആവശ്യമായിട്ടുള്ള തിരുത്തലുകൾ വേണം. വെറുതെ ആ സാധനങ്ങൾ എടുത്തുകൊണ്ടുപോയാൽ പോരാ. ഇത് മറ്റേതെങ്കിലും ഒരു സമുദായത്തിന്റെ കാര്യത്തിലാണെങ്കിൽ ഇങ്ങനെ ഇത്ര ലാഘവത്തോടെ കൈകഴുകി പോകും. അതുകൊണ്ട് ഞങ്ങളത് വെറുതെ വിടാൻ ഉദ്ദേശിക്കുന്നില്ല. കാര്യമായിട്ട് അതിന്റെ പേരിലുള്ള പ്രതിഷേധങ്ങളും പ്രക്ഷോഭങ്ങളും ഉണ്ടാവും. അല്ല പ്രതികളെ പേര് ഞാൻ പറഞ്ഞു. എന്റെ മഹാന്മാരായിട്ടുള്ള RSSകാരെ കാണിക്കുന്നു. ജില്ലാ പ്രസിഡന്റ് മഹാന്മാരായിട്ടുള്ള RSSകാർ കൊലയാളികളെ ഞാൻ കാണിച്ചത് കേട്ടോ. DYFI ഇട്ടതാണ്. ഒന്നാമത്തെ RSS കൊലയാളി മിഥുൻ, സഖാവ് മിഥുൻ മധു, ജോയിന്റ് സെക്രട്ടറി DYFI വടത്തുമൂഴി യൂണിറ്റ് കമ്പനി, RSSന്റെ നേതാവ്. അടുത്ത RSS തന്നെ കാണിക്കാം. സുമിത് എസ്, സഖാവ്. നിങ്ങളിതൊന്നും കാണാതെ ഈ CPM-മാർ ഈ കൊലപാതകം രാഷ്ട്രീയ പ്രേരിതമായ കാലഘട്ടങ്ങളാൽ ഉണ്ടായ കൊലപാതകമല്ല. ഈ കൊലപാതകത്തിലെ പ്രതികളിൽ 3 പേര് CPM-ന്റെ തന്നെ ഉത്തരവാദപ്പെട്ട ആൾക്കാരാണ്. ഒരാള് CITU തന്നെ, 2 പേര് DYFI. അത് ഏത് സ്ഥലത്ത് ഞാൻ നിങ്ങൾ കാണിച്ചു തരാം. അവർ 3 പേരും CPM-മാരാണ്. ഈ കൊലപാതകത്തിൽ അറസ്റ്റിലായിട്ടുള്ള പ്രധാനപ്പെട്ട പ്രതികളെല്ലാം CPM-മാരാണ്. മാത്രമല്ല പിണറായി വിജയന്റെ പോലീസ് എന്ന് പറഞ്ഞിരിക്കുന്നു ഇത് രാഷ്ട്രീയ കൊലപാതകമല്ല. ഒരു RSSകാർക്കും എല്ലാ RSSന്റെ തലയിൽ കെട്ടിവെക്കണ്ട. ആ കാലം കഴിഞ്ഞു. ചുളിവിലൊരു രക്തസാക്ഷിയെ ഉണ്ടാക്കി പട്ടമിരിക്കാമെന്നായിരുന്നു ഉദ്ദേശമെങ്കിൽ അത് നടക്കില്ല എന്ന് എനിക്ക് CPM-നോട് പറയണം. ഏരിയ സെക്രട്ടറി അല്ലത്. അതിനേക്കാളും വലിയ ഗോവിന്ദ മാഷ് പറഞ്ഞില്ലേ, എല്ലാവരും ഒന്നല്ല പറയുന്നത്. ചുളിവിലൊരു രക്തസാക്ഷിയെ കിട്ടാനുള്ള ഉദ്ദേശം നടക്കില്ല. ആ കാലം കഴിഞ്ഞു. പ്രശാന്ത് വിളിച്ചിട്ടുണ്ട്. പ്രസിഡന്റ് ആയാലും അല്ലെങ്കിൽ എനിക്ക് വാർത്താ സമ്മേളനം ഇവിടെ കൃഷ്ണദാസി വാർത്താ സമ്മേളനം നടത്തുന്നില്ല, ഉമ്മൻചാണ്ടി വാർത്താ സമ്മേളനം നടത്തുന്നില്ല, വാർത്താ സമ്മേളനം നടത്തുന്നില്ല. എന്ത് ചോദ്യം? അല്ല, പ്രശാന്ത് പറയുന്നതിലാണ് എല്ലാ അടിസ്ഥാനപരമായിട്ട് മാതൃകയാണത്. 19-ാം തീയതി ആരംഭിക്കുന്നു എന്നോട് ആരും പറഞ്ഞിട്ടില്ല. അതെല്ലാം തീരുമാനിക്കുന്നത് പാർട്ടി കേന്ദ്ര നേതൃത്വവും മറ്റ് ബന്ധപ്പെട്ട കക്ഷികളുമാണ്. അപ്പൊ അതിനെപ്പറ്റി എനിക്ക് പറയാൻ അധികാരമില്ല. അവർ അഭിപ്രായം ചോദിക്കേണ്ടവരോട് ചോദിക്കും. സമയമാകുമ്പോൾ ആളെ പറയും. നിങ്ങളിതൊന്നും അറിയില്ല. നിങ്ങൾ ഈ പറയുന്ന കാര്യങ്ങളൊന്നുമല്ല നടക്കാൻ പറ്റും.
ഈ മാസത്തിൽ ചോദിക്കാനുള്ള കാര്യങ്ങൾ പ്രഖ്യാപനം ഉണ്ടാവില്ലേ? ഈ മാസം കൂടി പ്രഖ്യാപനം പ്രഖ്യാപനങ്ങൾ ഉണ്ടാവാതിരിക്കാൻ പറ്റില്ല. നേരത്തെ നന്ദിയുണ്ട്. അതുപോലെ നല്ല സഹായം ചെയ്തിട്ടുണ്ട്. അതുപോലെ നല്ല സഹായം ഇനി ആരെ ക്രൂശിക്കാൻ പറ്റുമെന്നുള്ള ഒരു ഗവേഷണത്തിലാണ് നിങ്ങൾ. ആ മെറിറ്റൊന്നും നിങ്ങൾ എവിടെ പറഞ്ഞിട്ടില്ല. നിങ്ങൾ പറഞ്ഞു 5 കൊല്ലം പറയാതെ ഇപ്പോ അവസാന സമയത്താണോ പറയുന്നത്? മനസ്സേ ഇതിലൊന്നും വീഴുന്ന ആളല്ല ഞാൻ. നിങ്ങൾക്ക് ആള് മാറിയിട്ടില്ല. അങ്ങനെ എന്തെന്ന് പറഞ്ഞത്? ഓക്കെ, താങ്ക് യു.